മതഭീകരവാദികൾ കാലത്തിൽ വേദികളുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയ 60 ലക്ഷത്തെ മാർക്സിസ്റ്റ് കോൺഗ്രസ് മുന്നണി ഭരണം ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുന്ന ഒരു ഭിക്ഷാപാത്രമായി കേരള സംസ്ഥാനത്തെ മാറ്റിത്തീർത്ത 60 ലക്ഷത്തെ മാർക്സിസ്റ്റ് കോൺഗ്രസ് മുന്നണി ഭരണം പേരാറും പെരിയാറും ഭാരതപ്പുഴയും ഒഴുകുന്ന കേരളത്തിൽ പച്ചവെള്ളത്തിന് വില നൽകേണ്ടി വരുന്ന പതനത്തിലേക്ക് ഈ സംസ്ഥാനത്തെ ചവിട്ടിത്താഴ്ത്തിയ 60 ലക്ഷത്തെ കോൺഗ്രസ് മാർക്സിസ്റ്റ് മുന്നണി ഭരണം കേരളത്തെ മാറി മാറി ഭരിച്ചു മുടിച്ച മാർക്സിസ്റ്റ് ഈ ഭരിക്കുന്ന CPM ആ CPM ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഈ നാട്ടില് ആദിവാസികളുടെ ഭൂമി കൈമാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള നിയമം ആ നിയമം പാസ്സാക്കിയിട്ട് 10-35 കൊല്ലമായി ആ നിയമം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പട്ടികജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ന് രാവിലെ ഞാൻ ചേർത്തലയിൽ നിന്നിങ്ങോട്ടേക്ക് യാത്ര തിരിച്ചപ്പോ വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരുമായിട്ട് കൂടിക്കാണാനുള്ള അവസരം ഉണ്ടായി. അതിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം പണ്ടെന്നോ കൊടുത്ത 5 സെന്റ് ഭൂമി ആ 5 സെന്റ് ഭൂമി അന്ന് അനുവദിച്ചപ്പോൾ ഒരു കുടുംബത്തിനായിരുന്നു. ഇന്ന് ആ കുടുംബം 40 കൊല്ലത്തിനിടയിൽ ആ കുടുംബം 4-5 കുടുംബങ്ങളായി. അപ്പോ മരിച്ചാൽ ശ്മശാനം ശവം മറന്നു ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ആണയിടുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. കോൺഗ്രസുകാര് അവരുടെ ആ കൈ സാധാരണക്കാരുടെ കൈയാണെന്നാണ് പറയുന്നത്. ആ സാധാരണക്കാരുടെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ഈ രണ്ട് കൂട്ടരും ഈ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല അവർക്ക് ഭീകരത. അവരുടെ ഭീകരത മാഫിയകളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കാനാണ്. ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ പദയാത്രയ്ക്ക് കഴിഞ്ഞ 31 ദിവസമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണം. അതിന്റെ രഹസ്യം എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. ആ മന്ത്രി വയലാറിയാണെന്നും മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കോൺഗ്രസുകാരെ മാർക്സിസ്റ്റുകാരെയും മാർക്സിസ്റ്റുകാരെ കോൺഗ്രസുകാരെയും അഴിമതി കേസുകളിൽ പരസ്പരം സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാട്ടിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും അഴിമതിക്കാരാണ്. ഇവർ രണ്ടുപേരെയും പരസ്പരം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. ഇന്നലെ വന്നിട്ടുള്ള വേറൊരു വിവരം, ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ വാങ്ങി ബാർ ലൈസൻസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് കോൺഗ്രസിന്റെ നേതാവ് കെ സുധാകരൻ പറഞ്ഞു. അപ്പോ ആ കൊടുത്ത ബാർ ഉടമ പറഞ്ഞത്, ഞാൻ ജഡ്ജിക്ക് കൊടുക്കാൻ വേണ്ടി സുധാകരൻ പറഞ്ഞതനുസരിച്ച് ഒരു ഇടനിലക്കാരന് കൊടുത്തിരുന്നു. പക്ഷേ ആ ഇടനിലക്കാരന് മാത്രമല്ല, ഞാൻ ശ്രീമാൻ വയലാർ രവിക്ക് കൊടുത്തു, ശ്രീമതി പത്മജക്ക് കൊടുത്തു, ശ്രീ രഘുചന്ദ്രമാലനും കൊടുത്തു. അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിൽ ഉയർന്നിരിക്കുന്ന ഒരു സംശയം, ഈ വയലാർ രവി ബാർ ലൈസൻസിന്റെ കേസിൽ മാത്രമാണോ ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്നത്, അതോ ഇടനിലക്കാരനായിട്ട് കമ്മീഷൻ വാങ്ങുന്നത്, അതോ SMC ലാവലിൻ പോലെയുള്ള കേസുകളിലും ഇങ്ങനെ? കേരളത്തിൽ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ കേരളത്തിലെ ജനങ്ങൾ 2 തവണ അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണ
പ്രകടിപ്പിച്ച അതേ അഭിപ്രായം തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോ ഇവിടെ ആർക്കും തർക്കമില്ലാത്ത ഒരു സാഹചര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി പകരം ആരെ ഭരണത്തിലേക്കണം എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്ന് ആശയക്കുഴപ്പം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് പകരം ഞങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മോചനയാത്രയുമായിട്ട് ശിവൻ ഉമ്മൻചാണ്ടി കേരളം മുഴുവൻ പര്യടനം നടത്തി. പക്ഷെ ആ മോചനയാത്ര തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ മോചനയാത്രയുടെ സ്വഭാവമാണ്. മോചനയാത്ര UDFന്റെ വികൃതമായിട്ടുള്ള മുഖം, ആ മുഖം വിരിക്കാനുള്ള യാത്ര മാത്രമായിട്ട് മാറി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മുഖം രക്ഷിക്കൽ യാത്രയായിട്ട് ആ മോചനയാത്ര പര്യവസാനിക്കുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കേരളം കണ്ടത്. പിന്നെ ഈ LDFനെ UDFനെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റം നിങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിലെ ഭാഗമല്ലേ? അവർക്കെതിരെ ആരോപിക്കുന്ന ആരോപണങ്ങളൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP ബാധിക്കുന്ന കാര്യങ്ങളല്ലേ? ഇല്ല, അങ്ങനെ ഒന്നുമില്ലല്ലോ. BJP-യുടെ ഈ അഴിമതി BJP അല്ല ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റുകൾ ഇന്ത്യയിലെ. ഇടപാടിൽ പഴയ NDA ഗവൺമെന്റിലൂടെ പങ്കുണ്ടെന്ന് അഭിപ്രായം ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിക്കണമെങ്കിൽ അവർക്ക് അന്വേഷിക്കാം. ഞങ്ങളങ്ങനെ ഏതെങ്കിലും കാര്യം മറച്ചു വെക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കാലഘട്ടം അന്വേഷിക്കണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് അതുണ്ടെങ്കിൽ അത് അന്വേഷിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. യാത്ര കാസർഗോഡ് തുടങ്ങി ഇത്ര ദിവസമായപ്പോഴേക്കും യാത്രകളുടെ അനുഭവം എന്ന് പറയുന്ന ഇടതു വലത് സർക്കാരുകൾക്കെതിരെയുള്ള ഒരു ജനവികാരം കാണാൻ കഴിയുന്നതാണ്. അതെ, കാരണം ഈ രണ്ട് മുന്നണികളുടെയും തനിനിറം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 30 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ സമാനമായ സംഭവമല്ലേ PJ ജോസഫ്? അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് അട്ടിമറിച്ചതാണെന്നുള്ളതിനുള്ള തെളിവ് ഇപ്പോൾ വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും ഉന്നയിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ അട്ടിമറിച്ചതിനുള്ള തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവ് ഗവൺമെൻറ് കൊണ്ടുവരണം. അതിനുശേഷമല്ലേ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. അതാണല്ലോ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ BJP-യുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ശ്രീമതി സുഷമ സ്വരാജ്, അവരാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചുമതല നോക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ ഫലപ്രദമായിട്ടുള്ള സാന്നിധ്യം BJP-ക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ ഞാൻ പറയില്ലല്ലോ. ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ അല്ലാതെ ചെയ്യും. ഒരു മണ്ഡലത്തിൻ്റെയും പേര് പറയാൻ ഇപ്പം പറ്റില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ഡലങ്ങൾ അതിൽ എനിക്ക് സാധ്യതയില്ല എന്നല്ലേ ഞാൻ പറയുന്നത്. ഞങ്ങൾ 4 ഇഷ്യൂസാണ് ഈ പദയാത്രയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, കേരളത്തെ ബാധിച്ചിരിക്കുന്ന അഴിമതി. 2 മുന്നണികളും അതിൽ കുറ്റക്കാരാണ്. 2, ഭീകരവാദം. ഭീകരവാദികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസമില്ല. 3-ാമത്തെ വിഷയം കേരളത്തിൻ്റെ പരാശ്രയത്വം, അതായത് കേരളത്തിൻ്റെ സ്വാശ്രയത്വം എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം.
കേരളം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൽ കേരളം സ്വന്തം കാലിൽ നിൽക്കണം. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ വികസനം വളരെയേറെ മന്ദഗതിയിലാണ്, അല്ലെങ്കിൽ മുരടിച്ചിരിക്കുകയാണ്. നാലാമത്, തുല്യനീതി. ഈ സംസ്ഥാനത്തെ വിവിധ സമുദായങ്ങളും മതങ്ങളിലും പെടുന്ന ആളുകൾക്ക് ഒരേപോലെ നീതി ലഭ്യമാക്കാനുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാവും. ഈ 4 വിഷയങ്ങൾ ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ടോ? സാധിക്കുന്ന കാര്യമല്ലല്ലോ. സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് സാധിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തല്ല. ഞാൻ കേരളത്തിലെ പ്രസിഡന്റാണ്, അതുകൊണ്ട് കേരളത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. BJPക്ക് ഒരു നയം ഉണ്ടാവും. BJPക്ക് ഇതാണ് നയം. ഇതൊക്കെ സാധ്യമാവണം എന്നുള്ളതാണ് BJPയുടെ നയം.